മരണത്തെക്കുറിച്ച് പോലീസ് തയ്യാറാക്കിയ റിപ്പോർട്ട് പരിശോധിച്ചാൽ അയാൾ മരിച്ചിട്ടുള്ളത് മറിയ തലാരിക്കോ എന്ന പെൺകുട്ടിയിലൂടെ അയാൾ നടത്തിയ വെളിപ്പെടുത്തൽ പോലെ തന്നെയാണെന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയും. എന്നാൽ അവൾ പേരെടുത്ത് വിളിച്ച സുഹൃത്തുക്കളിൽ നിന്നും ഈ ഒരു വിസ്മയത്തിലേക്ക് വെളിച്ചം വീഴ്ത്താൻ ഉപകരിക്കുന്ന എന്തെങ്കിലും വിവരങ്ങൾ ലഭിച്ചിട്ടുമില്ല. ഇനിയോട്ട് ലഭിക്കുകയുമില്ലെന്ന് തോന്നി. കാരണം ഇവരിൽ ടോട്ടോ ഇതിനകം തെക്കേ അമേരിക്കയിലേക്ക് കുടിയേറ്റം നടത്തി കഴിഞ്ഞിരുന്നു. ഏലിയോ മരിച്ചും പോയി. മറ്റു 2 പേരെക്കുറിച്ച് യാതൊരു വിവരവും ഇല്ല. 12 വർഷത്തിന് ശേഷം 1951 ടോട്ടോ എന്നറിയപ്പെടുന്ന ലൂഗി മാർഷറ്റ് അർജന്റീനയിലെ ടൂക്കുമെനിൽ നിന്ന് വെറാൾഡിയുടെ അമ്മയ്ക്ക് ഒരു കത്തെഴുതി. അവരുടെ മകനെ കൊന്നത് അയാളാണെന്ന് അതിൽ തുറന്ന് സമ്മതിച്ചിട്ടുണ്ട്. തന്റെ ഭാര്യ ലില്ലിയാനയുടെ മേൽ വെറാൾഡിയുടെ കണ്ണുണ്ടെന്ന അയാളുടെ സംശയമാണ് വെറാൾഡിയെ കൊല ചെയ്യാൻ പ്രേരകമായി തീർന്നത്. മാർഷറ്റ് ഒരു ഇരുമ്പ് ദണ്ഡ് കൊണ്ട് വെറാൾഡിയെ അടിച്ചു. അങ്ങനെ അയാൾ മരിച്ചു. തുടർന്ന് അയാളും മറ്റു സുഹൃത്തുക്കളും ചേർന്ന് കൊലപാതകത്തെ ഒരു ആത്മഹത്യയാക്കി മാറ്റുകയായിരുന്നു. മാർഷറ്റ് അതിനുശേഷം അർജന്റീനയിലേക്ക് കടന്നു. താൻ അനുഭവിച്ചു വരുന്ന മനസാക്ഷിക്കുത്തിന് പരിഹാരം കാണാൻ അയാൾ തന്റെ സമ്പാദ്യം മുഴുവനും വെറാൾഡിയുടെ അമ്മയ്ക്ക് നൽകിയുണ്ടായി. 12 വർഷങ്ങൾക്ക് മുൻപ് മറിയയിലൂടെ ഉണ്ടായ അസാധാരണമായ സംഭവ കഥ സത്യമായിരുന്നുവെന്ന് ആ കത്തിലൂടെ സ്ഥിരീകരിക്കപ്പെടുകയും ചെയ്തു.